ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിനും കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് റെഡ് SMBയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറേ നേരം 2 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ ടീം പേരട്ട ഗൈസ് എഴുതി വെച്ചേക്കുന്ന സെറ്റപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാൻഡം ബ്രോയാണ് നമുക്ക് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കൗ ഫാർമാണ് ഗൈസ്. ഇതൊക്കെ ഫാൻഡം ബ്രോ ചെയ്തോട്ടോ. ഓക്കെ, ഇത് വേറെ ഫാൻഡം ബ്രോയാണ്. എനിക്കിപ്പോൾ 2 ഫാൻഡം ബ്രോകളെ അറിയാം. ഒന്ന് അഭിജിത്ത് ബ്രോ, പിന്നെ ഒന്ന് ഈ ഫാൻഡത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചത് മറന്നുപോയി ഗൈസ്. എല്ലാം ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കില്ലല്ലോ. ഓക്കെ, റെസ്പോൺസ് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെയൊക്കെ അവനത്തൊക്കെ തുറന്നു നോക്കിയതായിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഷുഗർ ക്യാൻ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പം നമ്മൾ കുറച്ച് പരിപാടി, അല്ലറ ചില്ലറ പരിപാടി ചെയ്യാന്ന് ഓർത്തിട്ട് വന്നാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കയറിയേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു വീഡിയോ എടുക്കണം എന്ന് കരുതിയതാണ്. ഇന്നലെ നടന്നില്ല. ഇന്നലെ എടുക്കാൻ വേണ്ടി ഇരുന്നോട്ടോ ഗൈസ്, നടന്നില്ല. യെസ്, എംബ്രാൾഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. സോഡ് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ ഓർത്തിട്ടെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. നോ പ്രോബ്ലം. അല്ല, നമ്മുടെ ഡയമണ്ട് തന്നിട്ടുണ്ടല്ലോ, 15 ഡയമണ്ട് തന്നിട്ടുണ്ട്. ഈ ആർമറൊക്കെ ബ്രോ വന്ന കേട്ടോ. ഞാൻ കയറിയപ്പോലും ബ്രോ പകുതി പരിപാടി തീർത്തേക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, കിളി പോയിപ്പോയി ബ്രോ. പിന്നെ ഇവിടെ ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ബ്രീഡിങ് ഫാർമൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അതൊന്നും എന്താ പറയുക, ബോറടിപ്പിക്കുന്ന പരിപാടിയാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന വീഡിയോസാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ എന്താ പറയുക ചെയ്യാൻ നിൽക്കുന്നില്ല. ഓ, ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ നോക്കുന്നത് ഒരു അത് കൊള്ളാലോ പരിപാടി. ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അടിപൊളി. ഇവിടെയൊക്കെ അടിപൊളി മീനുകളെ കാണാം ഗൈസ്, ഫിഷിനൊക്കെ. അയ്യോ, ഫിഷിനൊന്നും എനിക്ക് കാണണ്ടായി. എന്നെ കുത്തി കൊലവിളിക്കുന്നു ഇതുങ്ങളെല്ലാം കൂടെ ഗൈസ്. അത് പവർ ഫിഷ്, ആ ബലൂൺ ഫിഷ് ആണ് ഗൈസ്. മയിലും കിട്ടുന്നില്ല പേര്. അല്ല, എങ്കോളൂ സുഖല്ലേ? പിന്നെ നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ടല്ലോ. ഇച്ചിരി കൂടെ ഏറ്റു കഴിഞ്ഞാൽ ഡിമ്മ് വേണ്ട, വെറുതെ അടി മേടിച്ച് കൂട്ടണ്ട. ഓക്കെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്തോ ചെയ്തത് ഗൈസ്, ബ്രെഡിന്റെ പരിപാടിയാന്ന് തോന്നുന്നു. മെലൻ. എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം ഗൈസ്. നമുക്ക് വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പ്രൊട്ടക്ഷൻ 4. ഓക്കെ, അപ്പോൾ ഞാൻ കരുതുന്നത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഞാൻ കൊണ്ടുവരണം, ഇതാണ് ഞാൻ നോക്കാൻ പോണേ. ക്യാരറ്റ് ഉണ്ട്, അപ്പം അത് കൊണ്ടുവരണ്ട. TNT അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഏതാ, മെൻറ്റിങ് ഒക്കെ വാങ്ങിയോ? ഓക്കെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമ്മളതൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഇവിടെ പംകിൻ ഉണ്ടോയെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ആർമർ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബ്രോ ഊരി വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നത് ഗൈസ്, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പംകിൻ കണ്ടെത്താൻ പോവാണ് ഗൈസ്. ഇപ്പൊ നമുക്ക് വഴി തെറ്റിയാൽ തന്നെ വിഷയമില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അവനങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് അല്ലെങ്കിൽ ഹോം എന്നടിച്ചാൽ മതി, /home എന്നടിച്ചാൽ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കോളും. ആ വിഷയമുള്ള കേസട്ടല്ല ഇവിടെയൊന്നും. പക്ഷെ ഇവിടെ ഒന്നും നല്ല സംഭവങ്ങളില്ല. എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു യാത്രയ്ക്കാണ്. പക്ഷെ ഫുൾ സാൻഡാണ് ഇവിടെ. സാൻഡിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഹോം പണിയുന്നത് ഒരു കടലിലായാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. യെസ്, നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, ഞാൻ അവനോടും ചോദിച്ചു നോക്കാം. അതുകൂടാണ്ട് നിങ്ങൾ കമൻറ്റിലും പറയാം. ഇവിടെ മെലൻ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ മെലൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, മെലൻ ഉണ്ട്. ഓക്കെ, മെലൻ ഉണ്ട്. ഇപ്പോൾ പംകിൻ എടുക്കണം. പിന്നെന്തുവാടാ എടുക്കണ്ടേ?
പിന്നെ 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 ഇനി അല്ല മെലൻ കിട്ടി പംകിൻ എടുക്കണം അല്ലേ? യെസ്, മെലൻ കിട്ടി പംകിൻ എടുക്കണം. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് പോയി എടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സുഖത്തിന് വേണ്ടി കേട്ടോ. പിന്നെ ഈ വുഡ് ഫാർം ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നങ്ങ് മൈൻഡ് ചെയ്താൽ മാത്രം മതിയല്ലോ ഗീസ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മൊത്തം ഇതാണ് ഗൈസ്. ഇവിടെ ഒന്നും നല്ല ഐലൻഡ് ഒന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ ഞാൻ കുറെ അങ്ങോട്ട് നടക്കേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഞാൻ തന്നെ ഗൈസ് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഈ ഐറ്റം നിങ്ങൾക്കറിയാമോ? സൂക്ഷിച്ചു പോയില്ലെങ്കിൽ TNTൻ്റെ ബുക്കത്ത് വേണം തീർന്നിട്ടാ. നമ്മൾ ഈ മൂലയിൽ കൂടെ പോകാനെ താല്പര്യപ്പെടുന്നുള്ളൂ. എത്തിയില്ലേ? എത്തി. ഓക്കെ, വലിയ നല്ല സാധനങ്ങളൊന്നും ഇല്ലടേ. അയ്യോ, ഇതെന്തിനാ? ആവശ്യം വരുന്ന സാധനങ്ങൾ മാത്രം ഞാൻ എടുക്കുകയാണ്. ഓ, രണ്ടെണ്ണം എടുത്തേക്കാം, ആവശ്യം വരും. സ്ട്രിങ്ങൊക്കെ ആവശ്യം വരുമായിരിക്കൂടെ? ഇത് വേണം. ഇതിനകത്തുനിന്ന് നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണല്ലോ. എമറാൾഡ് കിട്ടി. അയ്യോ, ബുക്ക് കിട്ടിയിട്ടുണ്ട്. എൻജാൻറ്റ് ടേബിൾ പോലെ എൻജാൻറ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് കണ്ണങ്ങ് ശരിക്കും പിടിക്കുന്നില്ല. ഞാനാണ് ടോർച്ചും എടുത്തില്ല. പക്ഷെ നമ്മൾ നല്ല സാധനങ്ങൾ കണ്ട് നമ്മൾ അപ്ലൈ ഇറങ്ങണം ഗൈസ്. അതാണല്ലോ അതിൻ്റെ അതിലത് ഇത് മനസ്സിലായില്ലേ? നമുക്ക് പിന്നെ TNT മൊത്തം പൊട്ടിച്ചെടുത്തേക്കാം. എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഡെബറി മൈനിങ്ങിന് പോകാനുള്ള ഗൈസ് ആവശ്യം വരും. ഇനി മേലോട്ട് കയറും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇത് ഈ മൊബൈല് കുറച്ച് പണിയാനുണ്ട് ഗൈസ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയൊക്കെ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ടെന്നും എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ ഇത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. സെറ്റിങ്സ് ഇപ്പോൾ സെറ്റ് ചെയ്യണം, കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നീട് സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇതെന്തുവാ ഇത്? ലക്കാണല്ലോ ഞാൻ മൊത്തം ഇറങ്ങിയത്. ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടാവാം. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഇതിപ്പോൾ എൻ്റെ പോക്കറ്റ് സ്ഥലമില്ലാത്ത അവസ്ഥയല്ല. ഇതൊക്കെ വീണ്ടും കിട്ടും. കളഞ്ഞ് എന്നിട്ട് ഇതിൻ്റെ ആവശ്യം വരും. താങ്ക് യു. വേറൊന്നും കിട്ടി. ഞാൻ ഒപ്സൈഡൻ അങ്ങ് മൈൻഡ് ചെയ്ത് കൊണ്ടുപോകാന്ന് ഓർത്തിട്ട് അതിനകത്തേക്ക് ഇറങ്ങും. ഓ, ഡോർ അവിടെ ഉണ്ട്. നൈസ്. നമ്മുടെ കയ്യിലെ സ്റ്റിക്കും പലതരം സാധനങ്ങളും ഉണ്ട്. അയ്യോ, ഇതിപ്പോ എവിടെയാ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ ഇരുട്ടാണ് ഗൈസ്. ഗോൾഡ്. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് തുറക്കാൻ പറ്റൂല. ഇവിടെ ഏറ്റവും വരുന്നതന്നെ. ഓക്കെ, അവിടെ നിന്ന് തുറക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. നമുക്ക് വേറൊരു ചെസ്റ്റ് ഞാൻ കാണുന്നില്ല ഗൈസ്. ഒരു ചെസ്റ്റ് ഉണ്ടാവാറുള്ളൂ. ഒരു ടഷറും കൂടെ നമുക്ക് കിട്ടില്ല സത്യം പറഞ്ഞാൽ. ആർക്കറിയാം, ടഷർ കിട്ടണ്ടാണ് എനിക്ക്. ടഷർ ഗൈസ്, ഇവിടെ ഒരു ഡോഗിനെ കിട്ടിയിട്ടുണ്ട്. 5-6 ഡോഗ് ഉണ്ട് ഗൈസ്. ആരെങ്കിലും ഓക്കെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടാനെ.
ഇവൻ എങ്ങോട്ട് ഓടുന്നു? ഇങ്ങനെ എന്നെ അങ്ങനെ ഒന്നും നീ അതന്നെ കേട്ടോ, എന്നെ നീ അങ്ങനെ ഒന്നും അണക്കാൻ നോക്കണ്ടെന്ന്. നീ കൊള്ളാലോ പിള്ളേ. അവൻ എന്നെ അങ്ങനെ ഒന്നും അണക്കാൻ നോക്കണ്ട പറഞ്ഞിട്ട് അവൻ പോവുക. എന്നെ തന്നെ ഞെടുക്കടോ. ഇങ്ങനെ വേടാ മോനെ തിന്നു. എടാ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ആരൊക്കെ ഞാൻ കൊടുക്കും? 3 പേരായി. ഒരാളും കൂടെ. എന്താണ് നിങ്ങളെ ഫ്രണ്ട്സായിട്ട് തന്നെ നിങ്ങളെ ടീമായിട്ട് അങ്ങ് കൊണ്ടുപോവാ. അപ്പം നിനക്ക് യോഗ ഇല്ലടേ ബാപ്പുവ. ബാമ്പു അപ്പിയും അതുപോലെ പംകിൻ തപ്പിയൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ രണ്ടാമത്തെ ടെഷർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ടെഷർ അല്ല, സോറി, ഇത് ബോട്ട്. ടെഷർ എന്ന് തന്നെയല്ലേ പറയാ. എന്ത് വ്യത്യാസം ഉണ്ട്? ഫസ്റ്റത്തെ ചെസ്റ്റ്. പംകിൻ കിട്ടി. ഇനി പംകിൻ തപ്പണ്ട. സന്തോഷായി. വേറെ ഒന്നും ഗുണമുള്ളതില്ല. പോകട്ടെ. ഇനി ബാമ്പും കൂടെ കിട്ടിയാൽ മതി. ബാമ്പു തപ്പിയിട്ടുള്ള യാത്രയായിരിക്കും ഇനി ഞാൻ. അപ്പോൾ അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം.